ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് വീട്ടിലെ ആവശ്യമായ സാധനങ്ങൾ മുതൽ കിച്ചൺ ഐറ്റംസ്, ക്ലീനിങ് മെറ്റീരിയൽസ്, കുട്ടികളുടെ ആക്സസറീസ് വരെ ഒരിടത്ത് തന്നെ എല്ലാം ഒരൊറ്റ ഷോപ്പിൽ കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഒരു തന്നെ നമുക്ക് എല്ലാം വിലക്കുറവിന് കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നൊക്കെ നമ്മൾ ഒരു ചൊല്ല് പറയില്ലേ, എന്ന കഥ പറഞ്ഞോണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടും. വീഡിയോ അവസാനം വരെ കാണാം. കണ്ടു കഴിഞ്ഞാൽ ആരും ഈ ഷോപ്പിൽ വരാതിരിക്കില്ല. അതുപോലെ തന്നെ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഒരു ലൈക്ക് തരാം. എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ലൈക്കിനെ കുറിച്ച് പറയുമ്പോഴേ ആരെങ്കിലുമൊക്കെ എനിക്ക് ഒരു ലൈക്ക് തരാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ തരുന്ന ലൈക്കും സപ്പോർട്ടൊക്കെ നമുക്ക് വലിയൊരു പ്രചോദനമാണ് കേട്ടോ മുമ്പോട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് പേരൊക്കെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യാറൊക്കെ ഉണ്ട്, അവർക്ക് ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ അവരെ നമ്മൾ എപ്പോഴും ഓർക്കണമല്ലോ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളെ കൂടെ നിന്നവരെ മറക്കരുതല്ലോ. അപ്പോൾ അവരോടൊക്കെ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ കിട്ടും. എന്താണെന്ന് മനസ്സിലായി. ഇപ്പോൾ എല്ലാവരും സ്പോഞ്ചൊക്കെ മാറ്റിയിട്ട് ഇങ്ങനൊരു സ്ക്രബ്ബറാട്ടോ യൂസ് ചെയ്യുന്നത് പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് എപ്പോഴും ഡ്രൈ ആയിരിക്കും, അങ്ങനെ മറ്റേതുപോലെ അങ്ങനെ വഴുവഴുന്നനെ ഇരിക്കില്ല. പിന്നെ കുറേ നാൾ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. കാരണം ഇത് ഇങ്ങനെ നെറ്റ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാം. എൻ്റെ വീട്ടിലൊക്കെ ഇത് സ്ക്രബിന് പകരം യൂസ് ചെയ്യാം. അത് ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചിട്ടാണ് ഇതുകൊണ്ട് ഇങ്ങനെ പാത്രം കഴുകാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ നല്ല അടിപൊളി സാധനം. കാർപ്പറ്റ് മുതൽ വലിയ വലിയ കാർപ്പറ്റിൻ്റെ വലിയൊരു സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് റൂമിൽ വേണമെങ്കിൽ റൂമിൽ, ലിവിങ്, ഡൈനിങ് ഏരിയ, ഇപ്പം എല്ലായിടത്തും എല്ലാവരും കാർപ്പറ്റൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. കാരണം അതൊരു നമ്മളെ ലുക്ക് തന്നെ മാറ്റില്ല. ഒരു ഇൻറ്റീരിയറിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒരു സാധനമാണല്ലോ ഈ കാർപ്പറ്റ്. അപ്പോൾ നമുക്ക് ഏത് മോഡലിലുള്ള കാർപ്പറ്റ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ നോക്കിയാൽ 500 പൈസ ആണ് കേട്ടോ. ഇത് ചെറിയൊരു ടൈപ്പ് കാർപ്പറ്റാണ്. നമ്മൾ റൂമിലൊക്കെ ചെറുതായിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ വളരെ റീസണബിൾ റേറ്റ് ആയിട്ടുള്ള കാർപ്പറ്റാണ്. ഈ ഒരു ഷോപ്പ് റീസെൻ്റ്ലി ഇവിടെ മുസന്നയിൽ ഓപ്പണായ MS Max ആണ് കേട്ടോ. MS Maxൻ്റെ തന്നെ കുറേ ബ്രാൻഡുകൾ ഉണ്ട്. കുറേ ബ്രാഞ്ചുകളുണ്ട്. ഇതൊക്കെ കർട്ടൻ ഹോൾഡറുകളുണ്ട്. സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പും പിന്നെ നമ്മൾ ഇങ്ങനെ സ്ക്രൂ ചെയ്യുന്ന ടൈപ്പും എല്ലാ മോഡൽ ഹോൾഡേഴ്സും ഉണ്ട് കേട്ടോ ഇവിടെ. നമുക്കിപ്പോൾ ചിലപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് നമുക്കിങ്ങനെ സ്ക്രൂ ചെയ്യാൻ പറ്റാത്ത മോഡലൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ട സ്റ്റോറേജ് ബോക്സ്, ഇതിലൊക്കെ നമുക്ക് ഫ്രൂട്ട്സ് ഇട്ട് വയ്ക്കാം, വെജിറ്റബിൾസ് ഇട്ട് വയ്ക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ ക്ലീനിങ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വയ്ക്കാം. എന്ത് വേണമെങ്കിലും ഒരു സെക്ഷനാക്കി നമുക്ക് ഓർഗനൈസ് ചെയ്ത്, ഇപ്പോൾ കിച്ചണിലത്താണെങ്കിൽ കിച്ചണിലത്തെ, ക്ലീനിങ്ങിൻ്റെ ആണെങ്കിൽ ക്ലീനിങ്ങിൻ്റെ, അങ്ങനെയൊക്കെ പറ്റിയ നല്ലൊരു സ്റ്റോറേജ് ബോക്സ് ആണ്. പിന്നെ ഇത് മൈക്രോ ഫൈബറിൻ്റെ കിച്ചൺ ക്ലോത്താണ്. ഇതിൻ്റെ തന്നെ കുറേ സെറ്റുകൾ വരുന്നുണ്ട് കേട്ടോ. വളരെ ചീപ്പായിട്ടാണ് ഇതൊക്കെ അവർ ഇട്ടിരിക്കുന്നത്. പല കളറും ഉണ്ട്. അതുപോലെ തന്നെ കുറേ കളക്ഷൻസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരൊറ്റം തൊട്ടായി ഒരൊറ്റം വരെ കിച്ചൺ ക്ലോത്തിൻ്റെ പല സെക്ഷനുണ്ട്, പല വലുപ്പത്തിലും വരുന്നുണ്ട്. ഇപ്പോൾ ചിലർക്ക് ചെറുതായിരിക്കും ഇഷ്ടം, ചിലർക്ക് വലുതായിരിക്കും ഇഷ്ടം. അതുകൊണ്ട് തന്നെ പല മോഡലിലുണ്ട്. നമുക്ക് വാളുമലൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റിയ ഈ 3D ഹുക്സ് കണ്ട എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പല മോഡലുണ്ട്, പല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ തന്നെ ഇങ്ങനെ ഹുക്സ് തന്നെ 3D അല്ലാണ്ടും ഉണ്ട് കേട്ടോ. 3D കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ട്. അപ്പോൾ ഞാനത് എടുത്തിട്ടാ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് വാങ്ങാൻ തന്നില്ല. എന്ത് രസമാണ്, ഇത്ര ക്യൂട്ടല്ലേ. നമ്മൾ ആ കിച്ചണൊക്കെ വേറെ ലെവലാക്കും ഇതൊക്കെ വാങ്ങിയിട്ടില്ല. അതും ചെറിയ പ്രൈസുള്ള ഒരു റിയാൽ 50 പൈസ. റേറ്റ് വളരെ ചീപ്പാണെങ്കിലും ക്വാളിറ്റി നല്ല ഹൈ ക്വാളിറ്റി കിട്ടുക. ഇതൊക്കെ മെറ്റീരിയൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ വളരെ കണ്ടു കഴിഞ്ഞാൽ നല്ല കുറച്ച് പ്രൈസ് തോന്നിക്കുന്ന ഒരു മെറ്റീരിയലാണ്. പിന്നെ പിടിച്ചു നോക്കിയാലോ അറിയാട്ടോ, നല്ല മെറ്റീരിയലാണ്. ഇത് നോക്കിയേ, ഈ ഒരു പാത്രത്തിൻ്റെ സ്റ്റാൻഡ് ഉണ്ടല്ലോ, 8 പ്ലേറ്റ്സ് വരെ നമുക്കിതിൽ വെക്കാം. വലിയ കിച്ചൺ മുഴുവനുള്ള പാത്രത്തിൻ്റെ സ്റ്റാൻഡൊന്നും ആവശ്യമില്ല. അതുപോലെ ഇതും അതട്ടെ, സിമ്പിളായിട്ട് ഇതിനൊക്കെ 2 റിയാൽ വരുന്നുള്ളൂ കേട്ടോ. മറ്റേത് 750 പൈസ ഉള്ളൂ. കുറച്ച് വലിയത് വേണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ, 9 റിയാലാണ്. അതിലാണെങ്കിൽ നമുക്ക് എല്ലാതും ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഏത് മോഡൽ വേണമെങ്കിലും ഉണ്ട്. ഈ ഒരു ഗ്ലാസ് കണ്ടപ്പോഴേ എനിക്ക് നമ്മളെ ചായ ഗ്ലാസ് എവിടെ പോയാലും ചായ കുടിക്കുമ്പോൾ ഈ ഒരു ഗ്ലാസ്സിലാട്ടോ ചായ ഇട്ടാൽ, അതായത് പുറത്ത് ഷോപ്പുകളിലൊക്കെ. അപ്പോൾ ഞാനങ്ങനെ വിചാരിക്കട്ടെ, ഈ ഒരു ചെറിയ ഗ്ലാസ് മാറ്റിയിട്ട് ഒരു കുറച്ചും കൂടി വലിയ ഗ്ലാസ്സിൽ ചായ തന്നൂടെ എന്ന് വിചാരിക്കാറുണ്ട് കേട്ടോ. നാട്ടിലായാലും അതെ ഇവിടെ ആയാലും അതെ സെയിമാണ് ഗ്ലാസ് ചായ കുടിക്കുന്നത്. അതായത് നമ്മളെ മൂക്കി വലിക്കാനുള്ള ചായ ഉണ്ടാവില്ല ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് ഒരു 2 ഗ്ലാസ്സെങ്കിലും ചായയൊക്കെ വേണ്ടിയിട്ട് എനിക്ക്, ഞാൻ അത്രയ്ക്കും ചായ അഡിക്ഷൻ ഉള്ളൊരാളാണ്. ഇപ്പോൾ ഇത് കണ്ട ഒരു വേറെ ഏതോ ഒരു അപ്പം നമ്മൾ ഇപ്പോൾ ഈ സെക്ഷനിലേക്കൊക്കെ കടക്കുമ്പോൾ ആ ഷോപ്പിലാണ് ഇത്ര നേരം നടന്നിരുന്നതെന്ന് വിചാരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ പറ്റിയ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട്. അതായത് നമുക്ക് വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് തന്നെ കിട്ടും. കുട്ടികൾക്ക് വേണ്ട സാധനങ്ങൾ, കുട്ടികളുടെയൊക്കെ
ഷോപ്പിംഗ് വരുന്നുണ്ട് കേട്ടോ വഴിയെ തന്നെ. ഞാൻ ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കാണുമെന്നൊന്നും അറിയില്ല. കാരണം ഓരോരോന്നും ഫസ്റ്റിൽ കിച്ചൺ അക്സസറീസ് കാണിച്ച് തന്നെ കിച്ചണിൻ്റെ ഐറ്റംസ് കാണാനായിരിക്കുമല്ലോ ഇഷ്ടം എന്ന് കരുതിയിട്ടാണ്. പക്ഷെ അത് മാത്രമല്ല, ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. ഇനി നമുക്ക് ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് പോകാം. അതായത് ഞാൻ ഫസ്റ്റ് കിച്ചണിൻ്റെ സെക്ഷനിലേക്കൊന്നും അല്ല കേട്ടോ പോയത്. നമ്മൾ വന്നു കഴിഞ്ഞാൽ നേരെ ആ പാവാട സെക്ഷനിൽ കൂടെയാണ് ഇങ്ങോട്ടേക്കൂടെയാണ് കേട്ടോ വരിക. അപ്പം ഞാൻ ഫസ്റ്റ് കിച്ചണിൻ്റെ ഐറ്റംസ് കാണിച്ചതെന്ന് വെച്ചാൽ എല്ലാവർക്കും അത് കാണാനായിരിക്കുമല്ലോ കൂടുതൽ ഇഷ്ടം. അപ്പം ഞാൻ ലാസ്റ്റ് എടുത്ത വീഡിയോ ആണ് കേട്ടോ അതൊക്കെ. അപ്പോൾ ഞാൻ ഫസ്റ്റ് എഡിറ്റ് ചെയ്തപ്പോൾ അത് ഫസ്റ്റ് ആക്കിയതാണ്. ഇതൊന്നും ചിലപ്പോൾ കാണാൻ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ എന്ന് കരുതിയിട്ടാണ്. ഇവിടുത്തെ ചെരുപ്പൊക്കെ ഉണ്ടല്ലോ, നല്ല ഓഫർ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നോക്കി നല്ല അടിപൊളി ചെരുപ്പാണ്. ഫവൽക്കാർക്ക് ഇഷ്ടമായിട്ട് നോക്കിയതാണ് കേട്ടോ. പക്ഷെ അതിൻ്റെ ഫവൽക്കാരുടെ സൈസ് മാത്രം കിട്ടിയില്ല. നല്ല മെറ്റീരിയലാട്ടോ, നല്ല സോഫ്റ്റ് ഉണ്ട് ആ ചെരുപ്പ് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ബാഗിൻ്റെ കളക്ഷൻസ് ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസ് കേട്ടോ. ഒരൊറ്റം തൊട്ട് ഈ പാവാട കാര്യം പറഞ്ഞ പോലെ ഒരൊറ്റം തൊട്ട് ഒരൊറ്റം വരെ ബാഗിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. ഈ ചില ബാഗുകൾക്ക് മാത്രമേ കുറച്ച് വിലക്കുറവുള്ളൂ, ബാക്കിയൊക്കെ നല്ല റേറ്റ് ഉണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉള്ള ബാഗാട്ടോ, നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ബാഗ് തന്നെയാണ്. ഇങ്ങനത്തെ ഷോപ്പുകൾ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. ഒമാനിൽ MS Max എന്ന് പറഞ്ഞിട്ട് നമുക്ക് അഫോർഡബിളായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു ഷോപ്പാണ്. ഇഷ്ടം പോലെ നമുക്ക് കളക്ഷൻസ് ഉള്ളൊരു ഷോപ്പാണ്. എല്ലാ സാധനങ്ങളും കിട്ടുകയും ചെയ്യും. അതുപോലെ ഈ ഒരു ചെരുപ്പ് കണ്ട, ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ട്. അപ്പോൾ ഞാൻ ഫൈഹാക്കും ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഷൂ ഞാൻ വാങ്ങിയിരുന്നു കേട്ടോ. പക്ഷേ ഇങ്ങനത്തെ ചെരുപ്പും ഷൂ മാത്രം ഉണ്ടായാൽ പോരല്ലോ, ഇങ്ങനത്തെ ഒരു ചെരുപ്പ് ഉണ്ടായിരുന്നത് അവരിൽ കഴിഞ്ഞു. അപ്പോൾ കുറേ നാളായിട്ട് പറയുന്നു ഒരു ബാഗ് വാങ്ങിച്ചായും ബാഗ് വാങ്ങിച്ചായും. നെസ്റ്റോലും ലുലുലൊക്കെ പോകുമ്പോൾ ഒരൊറ്റ ബാഗിന് തന്നെ 4 റിയാൽ 5 റിയാലൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കിത് ഞാൻ പറഞ്ഞല്ലേ ഭംഗി ഈ ഒരു ബാഗിന് 1 റിയാൽ സംതിങ് ഉള്ളൂ കേട്ടോ. നല്ല രസമുണ്ട് എല്ലാ ബാഗ് കാണാനും കേട്ടോ. അപ്പോൾ അവരെ ഡ്രസ്സിൻ്റെ കളറിനനുസരിച്ചുള്ള ബാഗ് തന്നെ വേണമെന്നാണ്. അപ്പോൾ ഒരാളെ ഡ്രസ്സിൻ്റെ കളർ ഗ്രീനാണ്, ഒരാളത് ഇതുപോലെ റോസാണ്, പിങ്ക് കളറാണ്. അപ്പോൾ ഇത് നല്ല രസമുണ്ടല്ലോ, നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ ഈ ബാഗ് കാണാൻ. അപ്പോൾ ആദ്യം എനിക്ക് വേണ്ടാന്നൊക്കെ ഫൈഹ പറഞ്ഞു കേട്ടോ. പക്കുൽ എടുക്കണപ്പോൾ മറ്റാൾക്ക് അങ്ങോട്ട് ഒരു കുശുമ്പ് ഇളകി, എനിക്കും വേണമെന്ന് പറഞ്ഞിട്ട് ഓടി വന്നു. അപ്പോൾ ചെരുപ്പ് ഞാൻ ഇട്ട് നോക്കിയപ്പോൾ കുഴപ്പമില്ല, നല്ല ഫിറ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ 1 റിയാൽ സംതിങ് ഉള്ളൂ കേട്ടോ ഈ ചെരുപ്പിൻ്റെ ഒക്കെ വില. അപ്പോൾ അത് കണ്ടപ്പോൾ പിന്നെ നല്ല അഫോർഡ്. നമ്മളെ നാട്ടിലൊന്നും ഇതുപോലത്തെ ചെരുപ്പൊന്നും കിട്ടില്ല ഇത്രയും പ്രൈസ് കുറവിനൊന്നും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ നാട്ടിലൊക്കെ പോകുമ്പോഴേക്കും ചെരുപ്പൊക്കെ വാങ്ങി വെക്കണത് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് രണ്ടാൾക്കും ഇങ്ങനത്തെ ഇതൊക്കെ 1 റിയാൽ സംതിങ് ഉള്ളൂ ഈ ചെരുപ്പിനൊക്കെ. അപ്പോൾ അതങ്ങനെ വാങ്ങി. എടുത്തില്ല വീഡിയോ വെച്ചേ അതല്ല ഭംഗി മറ്റേ സൺഗ്ലാസ് പിന്നെ നമുക്ക് മസ്റ്റായിട്ടൊരു ഐറ്റം കേട്ടോ. ചുമ്മാ പറഞ്ഞതാട്ടാ, ഇതിന് റേറ്റ് കുറവായതുകൊണ്ട് കുട്ടികൾക്ക് നല്ലതാണല്ലോ. ഡ്രസ്സിനൊക്കെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ഒരു ഗ്ലാസ് നല്ലതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെറിയ റേറ്റിനൊക്കെ കാണുമ്പോൾ ഗ്ലാസ്സൊക്കെ വാങ്ങി വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ചില സമയത്ത് നമുക്കൊക്കെ വെക്കാൻ പറ്റിയതാണെങ്കിൽ നമുക്കും വെക്കാം. പിന്നെ ഫൈഹ പിങ്ക് ഡ്രസ്സ് എടുത്തപ്പോഴേ പിങ്ക് ഡ്രസ്സിനനുസരിച്ച് ഒരു കൂളിംഗ് ഗ്ലാസ് അവൾ എന്നും പറയാറുണ്ട്. അപ്പോൾ പിങ്ക് തന്നെ നമ്മൾ വാങ്ങി. ഇത് കണ്ട നിങ്ങൾ ഈ ഒരു ലോകത്തേക്ക് വന്നാൽ പിന്നെ നമുക്ക് വേറൊരു ലോകത്തേക്ക് പോകാനേ തോന്നൂല. പ്രത്യേകിച്ചും പെൺമക്കളുള്ള അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് നോക്കിയേ, നമുക്ക് ഏത് മോഡൽ ക്ലിപ്പ് വേണമെങ്കിലും ഇവിടെ ഉണ്ട്. ബട്ടർഫ്ലൈ, പിന്നെ മോഡൽ ക്ലിപ്പ്, എന്താ പറയുക, എനിക്ക് കുറേ പേരറിയാത്ത ഐറ്റംസ്, ബൗവുകൾ. അയ്യോ, ഒരറ്റം തൊട്ടിട്ട് ഒരറ്റം വരെ, ഈ അറ്റത്ത് മാത്രമല്ല കേട്ടോ അപ്പുറത്തറ്റത്തും ഉണ്ട്. ഇതൊക്കെ കണ്ടു ഞാൻ, അതും ചെറിയ വിലക്ക്. ഇതിനൊക്കെ 850 പൈസ, 1 റിയാൽ അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ കണ്ട ആർക്കാ വാങ്ങാണ്ടിരിക്കാൻ പറ്റുക? എല്ലാ പ്രാവശ്യവും ഇങ്ങനത്തെ ഷോപ്പുകളിൽ വരുമ്പോഴേ ഞാൻ ഇല്ലാത്ത മോഡലുകൾ ഓരോന്നും വാങ്ങി വെക്കും കേട്ടോ. എന്നിട്ട് ചില സമയത്ത് പുറത്ത് പോകുന്ന സമയത്ത് ഇതൊന്നും ഞാൻ യൂസ് ചെയ്യൂല കേട്ടോ. സാധാരണ സിമ്പിളൊരു ബണ്ണ് അവർ കെട്ടിക്കൊടുക്കുള്ളൂ. കാരണം എങ്ങനെയെങ്കിലും പോകാൻ പോണ നേരത്താണ് ഒരുങ്ങുക. പിന്നെ ഒരിക്കൽ മുടി കെട്ടി കൊടുക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കിട്ടുന്ന ബണ്ണെടുത്ത് കെട്ടിക്കൊടുക്കും. പിന്നെ ചില ഒക്കേഷനുകളിലൊക്കെ യൂസ്ഫുൾ ആവാറുണ്ട് കേട്ടോ. ഇത് നോക്കിയേ, ഇത് നമ്മൾ ഈ വാച്ചും ഈ ബാങ്കിളും കൂടിയിട്ട്
1 റിയാലാണ് കേട്ടോ അതിൻ്റെ പ്രൈസ് വരുന്നത്. നല്ല ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. മാതിരി സ്റ്റഡും വാച്ചും മാത്രം വരുന്നതുണ്ട്. ഈ വരുന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലായ? ഫൈഹ ഒരു കണ്ണാട എടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾക്കും ഒരു കണ്ണാട ഇട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കണ്ണാട വെച്ച് വരുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ അങ്ങോട്ട് വാങ്ങൊന്നുമില്ല. ഒരെണ്ണം അവൾക്ക് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ എപ്പോഴെപ്പോഴും അത് ശീലാക്കി കഴിഞ്ഞാലേ ശരിയാവില്ല. ഈ പേള് വെച്ച് നോക്കിയാൽ അവൾക്ക് പിങ്ക് ഡ്രസ്സിന് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പിങ്ക് ബൗ എൻ്റെ ഇല്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കുറച്ച് ഹെവി ടൈപ്പ് ബൗ ഉണ്ടല്ലോ. കുറച്ച് ഇവർക്ക് അക്കുലുവിന് പറ്റില്ല കേട്ടോ. അക്കുലുവിൻ്റെ മുടിമേൽ ഇതൊന്നും ഇരിക്കില്ല, തീരെ മുറ്റില്ലാത്ത മുടിന്. ഫൈഹയുടെ മുടി പിന്നെ ഇരിക്കും. കണ്ട ഇത് നോക്കിയത് ഞാൻ മാക്സിന്ന് വാങ്ങിയിട്ടാണ്, ശരിക്കുള്ള മാക്സില്ലേ. ഇത് MS മാക്സ്, നമ്മളെ മാക്സ് ഉണ്ടല്ലോ, റിയൽ മാക്സ്, അവിടെ നിന്ന് വാങ്ങിയാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി അതിനുണ്ട്. കുറച്ച് പ്രൈസ് കൂടിയതിന് ഇട്ടത്. ഇത് അവളെ ഡ്രസ്സ് ഒരു പിങ്ക് ഡ്രസ്സ്, അവൾക്ക് പിങ്കിന് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ പിങ്ക് തന്നെ വാങ്ങണത് കേട്ടോ. അപ്പോൾ അതൊരെണ്ണം വാങ്ങി. അപ്പോൾ മറ്റാൾക്ക് ഇളകി, സ്വാഭാവികം, എനിക്കൊന്നും വാങ്ങിയില്ലല്ലോ എന്നും പറഞ്ഞിട്ട് മൂപ്പരാൾ ഒരു ബൗ എടുത്തിട്ട് വന്നാണ് കണ്ടത്. അപ്പോൾ പിന്നെ അതാണ് 2 പെൺകുട്ടികളുള്ള എല്ലാവരുടെയും ഒരു സിറ്റുവേഷൻ ആയിരിക്കും. എന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ അമ്മമാരുണ്ടാവില്ലേ 2 പെൺകുട്ടികളുണ്ടെങ്കിൽ കേട്ടോ. ഒരാൾ സാധനം വാങ്ങിയാൽ മറ്റാൾക്കും കൂടി വാങ്ങിയിരിക്കണം. അപ്പോൾ ഞാൻ കൂടുതലും പെയറായിട്ടുള്ളത് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരെണ്ണം വാങ്ങുമ്പോൾ 2 എണ്ണം കിട്ടുന്നത്, അങ്ങനത്തെ ഉണ്ട് കൂടുതൽ വാങ്ങാം. ഇപ്പോൾ ഇത് നോക്കിയേ, ഈ ഹെയർ ബാൻഡിൽ 2 ഹെയർ ബാൻഡ് ഉണ്ട്. അപ്പോൾ പെയറായിട്ട് ഇടാമല്ലോ. രണ്ടാൾക്കും ഒരാൾക്ക് ഒന്ന് കൊടുക്കാം, മറ്റാൾക്ക് മറ്റേതും കൊടുക്കാം. അങ്ങനത്തെ ഇതിൽ ഞാൻ ഇത് വാങ്ങിയിട്ടാണ്. നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഫുള്ള് പേളായിട്ടുള്ളത് കേട്ടോ. എനിക്കെപ്പോഴും വൈറ്റിനോട് ഇത്തിരി ഇഷ്ടം കൂടുതലാണ്. അപ്പോൾ അതെടുത്തു. അതെല്ലാമ്പോൾ 2 എണ്ണം ഉണ്ടല്ലോ. ഇത് ഇപ്പുറത്ത് വന്നപ്പോഴാട്ടാ മനസ്സിലായത്. ഇവിടെ നോക്കിയാൽ ഈ ഒരു സെറ്റ് എത്ര ഹെയർ ബാൻഡ് ഉണ്ടെന്ന് നോക്കിയേ. ഈ ഒരു സെറ്റിന് 1 റിയാലുള്ളൂ. മറ്റേത് 2 എണ്ണത്തിന് തന്നെ 1 റിയാലുണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടി ചെറിയ കുട്ടികൾക്കായിരിക്കും എനിക്ക് തോന്നുന്നു നല്ലതല്ലേ. ചെറിയ ന്യൂ ബോൺ അല്ല, ഒരു 1 ഇയറിന് മുമ്പൊക്കെ ഉള്ള കുട്ടികൾക്ക് അതായിരിക്കും നല്ലത്. അപ്പം ഞാൻ വിചാരിച്ചത് വേണ്ട. ഇതൊക്കെ നോക്കിയാൽ ബർത്ത്ഡേ ഒക്കേഷനൊക്കെ പറ്റിയ ഹെയർ ബാൻഡുകൾ. ഹെയർ ബാൻഡിൻ്റെ വലിയൊരു നിര തന്നെ ഉണ്ട് കേട്ടോ. നമുക്കൊന്നും ചെറുപ്പത്തിൽ ഇതിനുള്ള ഭാഗ്യമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഇത്ര അധികം കളക്ഷൻസ് പോയി എടുക്കുക. ഞങ്ങളൊക്കെ പണ്ടേ ഞങ്ങൾ വാങ്ങാൻ എവിടെ നിന്നറിയോ, പുലരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കട. ചെറിയൊരു ഷോപ്പാണ്. അത്യാവശ്യമൊക്കെ ഉണ്ടാവട്ടെ. അന്നത്തെ കാലത്ത് അതൊക്കെ വലിയൊരു കാര്യമാണ്. പക്ഷെ ഇത്രയും കളക്ഷൻസൊന്നും സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. ഈ വുഡൻ ടേബിളാണിത്. ചെറിയൊരു ടേബിളാണ്. ഇൻറ്റീരിയർ ഡെക്കറേഷനൊക്കെ അടിപൊളിയാണ്. ഈ മാല ആർക്കെങ്കിലും നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ടോ? പണ്ട് ഗൾഫിൽ നിന്ന് വരുന്ന എല്ലാവരും, അതായത് എനിക്ക് അവൾക്ക് കല്യാണം ഉറപ്പിച്ച ടൈമിൽ എൻ്റെ ഒരു പെട്ടി തരുമല്ലോ അവർ, എൻഗേജ്മെൻറ്റ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ. അതിൽ ഇങ്ങനത്തെ മാല ഒക്കെ ഇതിൻ്റെ ഒരു സെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്നത്തെ കാലത്ത് ഇതൊക്കെ വലിയൊരു സംഭവമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഇത് കാണുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, എത്ര ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ. എന്നിട്ട് ഞാനേ കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ആ മാലൊക്കെ ഇട്ട് പോകും. എനിക്ക് ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് ചിരി വരുന്നു കേട്ടോ. പിന്നെ ഒരു ബീച്ചിൽ പോകുമ്പോഴൊക്കെ വലിയ എന്തോ, കാരണം സെറ്റ് മാല, അന്ന് ഞങ്ങൾ സെറ്റ് മാല എന്നുണ്ടെന്ന് പറയാം. സെറ്റ് മാല, സെറ്റ് കമ്മൽ, അതിനനുസരിച്ച് കൈച്ചെയിനും ഉണ്ടാവാറുണ്ട് അതിൽ. എന്നിട്ട് ഇതിട്ടിട്ടൊക്കെ പോവും കോളേജിലേക്കല്ല, തൃശ്ശൂർ CMA ചെയ്യുന്ന സമയത്തുണ്ട് എൻ്റെ കല്യാണം ഉറപ്പിച്ചത്. അപ്പോൾ ആ ടൈമിൽ ഈ മാലയും കമ്മലൊക്കെ ഇട്ടിട്ട് ഞാൻ കോളേജിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ചിരി വരുന്നിട്ട്. അയ്യോ, ഇപ്പോൾ ഒന്നും എനിക്കിഷ്ടമല്ല അങ്ങനത്തെ ഒന്നും ഇടുന്നത്. ഇതൊക്കെ നോക്കി നല്ല ക്യൂട്ട് ബാഗ്, ചെറിയ ബാഗുകളുണ്ടല്ലോ കുട്ടികളെ. എൻ്റെ അടുത്ത് പിന്നെ ഒരടവൊന്നും നടക്കൂല. ചിലവരൊക്കെ ഇതൊക്കെ വാശി പിടിച്ച് കഴിഞ്ഞാൽ വാങ്ങിച്ചു കൊടുക്കാണ്ടിരിക്കാൻ നിവൃത്തില്ല. ഇത് കണ്ട അക്കുല് മുടി വെട്ടി വെച്ചാണ് ഈ കാണുന്നത്. കത്രിക എടുത്തിട്ട് സ്വന്തം മുടി സൈഡിൽ നിന്നൊക്കെ വെട്ടിയിട്ട് ഇവിടെ കഷണ്ടി പോലെ ആയിട്ടുണ്ട്. അതുകൂടാണ്ട് തന്നെ ഡ്രസ്സിൻ്റെ കളക്ഷൻസും ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. ഇതൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇനിയുണ്ട് കുറേ വീഡിയോ എടുക്കാനൊക്കെ. എനിക്ക് ലാസ്റ്റ് വീഡിയോ എടുത്ത് മതിയായി. അധികം ഉണ്ട് വീഡിയോ എടുക്കാനായിട്ട്. എവിടെ നോക്കിയാലും സാധനങ്ങൾ. അപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ മുഴുവൻ വീഡിയോ എടുത്ത് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ആകെ 1 മിനിറ്റൊക്കെയാണ് ആൾക്കാർ വീഡിയോ കാണാം. ഇപ്പം ഞാൻ ഈ പറയുന്ന ഒന്നും ഒരു മനുഷ്യൻ കേൾക്കണ പോലും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും വന്ന് ഷോപ്പ് ചെയ്യുക. താങ്ക് യു.